നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഡോക്ടർ വിജയകുമാർ. അദ്ദേഹം ഇവിടെ പന്തളത്തിനടുത്ത് കുളനട എന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റൽ നടത്തുകയാണ്. ആ ഹോസ്പിറ്റലിൽ അദ്ദേഹം വളരെ വലിയൊരു വിജയമാണ്. ഒരുപാട് പേഷ്യൻസും ആളുകളും അദ്ദേഹത്തെ കാണാനായിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. 40 വർഷമായിട്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത, അതോടൊപ്പം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം മിയാവാക്കി വനങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് തിരുവനന്തപുരത്ത് പുളിയറക്കോണത്ത് വന്നപ്പോഴാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടെ ഒരു മിയാവാക്കി വനം ചെയ്തു. അപ്പോഴും ഇതെന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായ, വളരെ സവിശേഷമായ, ഒരുപക്ഷെ വേറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു മാതൃകയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അത് പ്രയോഗത്തിലാണ്. ആർക്കും പോയി കാണാവുന്നതാണ്. കാരണം നമ്മുടെ MC റോഡിൽ പോകുന്ന ആർക്കും അവിടെ നിന്നൊരു 10 മിനിറ്റ് പോലും ആ സ്ഥലത്തേക്കില്ല. അപ്പോൾ എന്താണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. ഡോക്ടർ, എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഡോക്ടർ ഒരു പ്രാക്ടീസിങ് ഡോക്ടറാണ്. ആ മേഖലയിൽ വലിയൊരു വിജയവുമാണ്. ഡോക്ടർക്ക് ധാരാളം പേഷ്യൻസും ഹോസ്പിറ്റലും എല്ലാം അപ്പോഴുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം, ഇത് വളരെ മനോഹരമായ ഒരു സംഗതിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഡോക്ടർ 4 വർഷം മുമ്പ് മിയാവാക്കി എന്താണെന്ന് അറിയാനായിട്ട് തിരുവനന്തപുരത്ത് നമ്മളങ്ങനെ പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക, കാരണം ഇത് സാധാരണ ഇതിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഇല്ല. പല റിസോർട്ടുകളിൽ പോലും ഇത്രയധികം നാടൻ ചെടികളും മരങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നൊന്ന് പറയാമോ? സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു പ്രാക്ടീസിങ് ഫിസിഷ്യനാണ്. 40 വർഷമായിട്ട് ഇതേ സ്ഥലത്ത് തന്നെ, കുളനടയിൽ തന്നെ MD പാസ്സായതിനു ശേഷം, MD ജനറൽ മെഡിസിൻ പാസ്സായതിനു ശേഷം 40 വർഷമായിട്ട് ഇതേ സ്ഥലത്ത് തന്നെ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഫിസിഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞൊരു 10-25 വർഷമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ വളരെയേറെ കൂടുന്നതായിട്ട് നമ്മൾ പ്രാക്ടീസിൽ കാണാറുണ്ട്. ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളൊരു വാക്ക് തന്നെ കേട്ടിട്ടില്ല. അപ്പോൾ കൂടുതലും മറ്റുള്ള രോഗങ്ങളായിരുന്നു. അതിനുശേഷം ഒരു 95 കാലഘട്ടം ആയപ്പോഴത്തേക്ക് കൂടുതലും ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസിൻ്റെ പ്രിവലൻസ് കൂടി, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, അങ്ങനെയുള്ളതിൻ്റെ എല്ലാം ഒരു വളരെയേറെ വർധനവുണ്ടായി. അപ്പോൾ നമ്മുടെ പ്രാക്ടീസിൽ തന്നെ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾ, ഒരു പേഷ്യൻസ് ധാരാളമായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ശരിക്കും നാച്ചുറലായിട്ട് നമ്മൾ ആ ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് മരുന്ന് കൊണ്ടല്ല പ്രധാനം, മരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ ആയില്ല. അവരുടെ ആ തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ അത് ക്രമീകരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ തെറ്റായ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ 3-4 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത ആഹാരം കൂടുതലായിട്ട് കഴിക്കുക, പിന്നെ ഒട്ടും എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥ, പിന്നെ അധികരിച്ച മാനസിക സമ്മർദ്ദം, പിന്നെ ലഹരികളുടെ ഉപയോഗം. ഇതൊക്കെയാണ് ഈ തെറ്റായ ജീവിതശൈലി. അപ്പോൾ ഇതൊക്കെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ഈ രോഗങ്ങളുടെ നിയന്ത്രണവും ഈ രോഗങ്ങളുടെ പ്രിവെൻഷനും സാധ്യമാവുക എന്നുള്ളൊരു തിരിച്ചറിവ് ലോകത്തോടൊപ്പം തന്നെ എൻ്റെ മനസ്സിലുണ്ടായി. ലോകത്ത് എല്ലാവരും ചിന്തിച്ചതോടൊപ്പം തന്നെ ഞാനും ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതൊരു OPയിൽ ഒരു പേഷ്യൻറ്റിനെ 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യമല്ല ഈ പറഞ്ഞത് എന്നുള്ളതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയബറ്റീസ് ക്ലിനിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ തുടങ്ങി ആദ്യം. അതിനുശേഷം അതും പോരാതെ വന്നു. പക്ഷെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ എങ്ങനെ എക്സസൈസ് ചെയ്യണം, എത്രമാത്രം എക്സസൈസ് ചെയ്യണം ഒക്കെ കാണിച്ചു കൊടുക്കാനുമുള്ള ഒരു സെൻറ്റർ വേണം എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് എൻ്റെ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ചിന്ത മനസ്സിലുണ്ടായത്. അതിനുശേഷം ക്രമേണയാണ് ഇത് വികസിച്ച് വന്നത്. അല്ല ഡോക്ടർ, ഇത് ഈ ചിന്ത എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു മോഡൽ ഡോക്ടർ സ്വന്തമായിട്ട് ഫോളോ ചെയ്യണം, അതോ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മോഡൽ കണ്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാനത് ഒരുപാട് ആ സമയത്തൊക്കെ അന്വേഷിച്ച് നോക്കി, പക്ഷേ അങ്ങനെ ഒരു മോഡൽ കണ്ടിട്ടില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇന്നോവേഷൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ഇതൊരു കാട് പിടിച്ച ഒരു സ്ഥലമായിരുന്നു ശരിക്കും. ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ അങ്ങനെ ഇത്രയൊന്നും ഇല്ല, തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ, സൈഡിൽ ചെറുതായിട്ടൊക്കെ ഉള്ളായിരുന്നു. അതെ, ഒരു നെഗ്ലക്റ്റഡ് ആയിട്ട് കിടന്ന ഒരു സ്ഥലമാണ്. ആദ്യം 2 ഏക്കറാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ സ്ഥലം ഒന്ന് വികസിപ്പിച്ചെടുത്തൊരു നടപ്പാത ഉണ്ടാക്കി. പിന്നെ അന്ന് ആ സമയത്ത് കുറച്ച് പേഷ്യൻസിന്, ഡയബറ്റിക് പേഷ്യൻസിനെ വലിയ സിക്കായിട്ടുള്ള സമയത്തല്ലാത്തപ്പോൾ, ജീവിതശൈലി രോഗങ്ങളുള്ളവരെ ഇവിടെ താമസിച്ച്, ഫാമിലിയായിട്ട് വന്ന് താമസിച്ച് ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം ഇവിടെ താമസിച്ച് അവരെ പഠിപ്പിച്ചു വിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. 4 റൂംസും പിന്നെ ഒരു ചെറിയ കഫറ്റീരിയ, കുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കുക്കിംഗ് മെത്തേഡ്സ് പോലും അവർ താല്പര്യമുള്ളവരെ പഠിപ്പിക്കുക, എങ്ങനെ എണ്ണയില്ലാതെ കുക്ക് ചെയ്യാം. ഭക്ഷണം കൊടുക്കുന്നതിലല്ല ശ്രദ്ധ, പഠിപ്പിക്കുന്നത് കൂടെ. അതോടൊപ്പം തന്നെ ഈ മാനസിക സമ്മർദ്ദ ലഘൂകരണത്തിന് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള യോഗ,
യോഗയെക്കുറിച്ച് ഞാനൊരു 25 വർഷത്തോളമായിട്ട് യോഗ ചെയ്യുന്നതിലും താല്പര്യമാണ്. അപ്പോൾ യോഗ ടീച്ചർ ഉണ്ടായിരുന്നു. ഒരു കാര്യം ചോദിച്ചിട്ട് ഇതിനിടയ്ക്ക് ചാടിക്കറി ചോദിക്കുകയാണ്, ഈ ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയാണ്? അല്ല, ഞാൻ കോട്ടയം മെഡിക്കൽ MBBS MD അവിടെ തന്നെ. ഏത് വർഷമായിരുന്നു? ഞാൻ 72-ലാണ് MBBS ജോയിൻ ചെയ്യുന്നത്. 85-ല് MD കഴിഞ്ഞു. 86-ലാണ് ശരിക്കും ഞാൻ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ചെറിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. 86-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ ഈവൻ നടക്കുന്നത് പോലും ഹൗ ടു എക്സസൈസ് എങ്ങനെ വേണം, എത്ര സ്പീഡിൽ നടക്കണം, ആദ്യം ഒരു വാമപ്പ് ഒരു 5 മിനിറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രിസ്ക് വാക്കിംഗ്, സ്ലോ ഡൗൺ, എങ്ങനെ അതുപോലെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ നേതൃത്വത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഉള്ളൊരു വാക്ക് വേ ഉണ്ടായി. പിന്നെ ഈ കുക്കിങ്ങിന്റെ താല്പര്യമുള്ളവർക്ക് പഠിപ്പിക്കാനും, പിന്നെ യോഗ പരിശീലനത്തിനുള്ള യോഗ ടീച്ചർ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും. അപ്പൊ അതെല്ലാം കൂടെ ചേർന്നൊരു ഇതാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇവിടെ വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ട് ഇപ്പൊ കുറെ കാര്യങ്ങൾ ഒരു ഡിസ്പ്ലേയും നമ്മളൊരു എക്സിബിഷൻ സ്ഥലത്ത് ചെല്ലുന്നത് പോലെ കുറെ കാര്യങ്ങൾ വെറുതെ നടന്നാൽ തന്നെ മനസ്സിലാകുന്ന തരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് കുറച്ചുകൂടി ഇത് വിപുലീകരിച്ചു. അപ്പൊ കുറച്ചുകൂടെ സ്ഥലം കൂടെ വാങ്ങിച്ചു. ഇപ്പൊ ഏതാണ്ട് 5 ഏക്കറോളം സ്ഥലമുണ്ട്. അച്ചൻകുലാറിന്റെ തീരത്തുള്ളതാണ്. അപ്പൊ പിന്നീട് നമ്മുടെ ഈ കോൺസെപ്റ്റ് തന്നെ കുറച്ചൊരു മാറി വന്നു. അതായത് ഇപ്പൊ ആളുകളെ താമസിച്ച് എന്നുള്ളത് പറയുമ്പോൾ 4-5 പേർക്ക് ഒരു സമയത്ത് പറ്റുള്ളൂ. അത് തന്നെയല്ല, അത് പലർക്കും ഇപ്പോഴത്തെ ഒരു ബിസി സമയത്ത് പറ്റത്തില്ല. അപ്പൊ പിന്നീടുള്ള ഒരു മാറ്റം വന്നു വെച്ചാൽ ഒരു ദിവസം ഇവിടെ വന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇവിടെ സ്പെൻഡ് ചെയ്യുക. ഒന്ന് രോഗമുള്ളവരോ അല്ലെങ്കിൽ രോഗം വരാൻ സാധ്യതയുള്ളവരോ, അറിയണം താല്പര്യം, ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാർ എന്നിട്ടൊരു 40 പേര് വരെയുള്ള ഒരു ഗ്രൂപ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതിന് എഡ്യൂക്കേഷനാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഒരു ലെക്ചർ കൊടുത്താൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ കാലം മാറിയ നിലയ്ക്ക് ഇപ്പോഴത്തെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. പണ്ടൊക്കെയാണ് 30 വർഷം മുമ്പ് ചിലപ്പോൾ കേട്ടിരിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് ഈ പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ ഇവിടെ വന്ന് എനിക്ക് തന്നെ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇതുവഴി നടന്നു മനസ്സിലായി. ഇപ്പൊ എസ്പെഷ്യലി ഡോക്ടർ ഡയറ്ററി ഒക്കെ വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സാധനം അതിൽ വന്നത് മനസ്സിലാക്കുന്നത്, നമ്മൾ കേട്ട് ചെയ്യുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയത് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ പോലും പഴയതിന്റെ നന്മ എന്താണ്, അപ്പൊ ഒരു 1970-കളുടെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിലെ പ്രതികരിച്ചു ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത്. ആ സമയത്തെ ആൾക്കാരുടെ ജീവിത രീതികൾ, മാറ്റങ്ങളാണ് നമ്മൾ എങ്ങനെ വന്നു, എങ്ങനെ അത് ആരോഗ്യത്തെ ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ 70-കളുടെ കാലഘട്ടത്തിലെ കുറെ പ്രതിമകളും അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ആയുധങ്ങൾ, മ്യൂസിയം, അതെ ഇരുമ്പ് പെട്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലം, അപ്പൊ ഒരു മ്യൂസിയം അതുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നീട് മാറി 1980-കൾക്ക് ശേഷം കേരളത്തിൽ പെട്ടെന്നൊരു സാമ്പത്തിക ഒരു മാറ്റം, ഗൾഫിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിൽ ലിബറലൈസേഷൻ വന്നുകൊണ്ട് ഇപ്പൊ ലോകത്തെല്ലാം കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ കിട്ടുന്നതായി. പക്ഷെ അതുമൂലം സംഭവിച്ചാൽ ഈ ബേക്കറികൾ ധാരാളമായി. അപ്പൊ അങ്ങനെയുള്ള ആഹാരത്തിൽ വളരെ പെട്ടെന്നൊരു മാറ്റം വന്നു. ആ മാറ്റം നമ്മുടെ ജീനുകൾക്ക് ഉൾക്കൊള്ളാൻ ഒക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു മാറ്റമാണ്. കുറഞ്ഞ പീരീഡിലാണ്. യൂറോപ്പിലൊക്കെ അത് 100-300 വർഷം കൊണ്ട് ഉണ്ടായ മാറ്റം ഇവിടെ ഒരു 40 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായി. അപ്പൊ അതുമൂലം ഈ ജീവിതശൈലി രോഗങ്ങൾ പെട്ടെന്ന്, അതായത് ഉദാഹരണത്തിന് ഡയബറ്റീസ് എടുത്തു കഴിഞ്ഞാൽ 1970-കളിലാണ്ട് 2.5% പ്രമേഹ രോഗികളായിരുന്നു അഡൽട്ട് പ്രായമുള്ളവരിൽ. അത് ഏറ്റവും അവസാനത്തെ സർവേ അനുസരിച്ച് 27% കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹത്തിന്റെ രോഗികളുള്ള പെർസെൻറ്റേജ് വൈസ് കേരളത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള മറ്റു രോഗങ്ങളും, അപ്പൊ ഒരു രോഗാതുരമായ ഒരു സമൂഹമായിട്ട് മാറി. ഡോക്ടർ പറഞ്ഞതില്ലേ ഒരു കാര്യം, ഞാൻ ഈ സൂറിച്ചിൽ പോയായിരുന്നു, സൂറിക് സ്വിറ്റ്സർലൻഡിൽ. അവിടെ ഒരു വലിയ മ്യൂസിയത്തിൽ ഈ മാഗി നൂഡിൽസ് അവിടെയാണ് തുടങ്ങിയത്. അപ്പൊ എനിക്കറിയില്ലായിരുന്നു അവിടെ കാണുന്നത്. അത് 890 മറ്റാണ് തുടങ്ങുന്നത്. പക്ഷെ നമുക്കിവിടെ ഈ സാധനം വരുന്നത് 84 വർഷം കഴിഞ്ഞ് 1984 കണ്ടാണ് നമുക്കിവിടെ വരുന്നത്. മറ്റേ ബുനിയാദ് സീരീസിന്റെ സമയത്ത് ആ ടെലിവിഷൻ സീരീസ് തന്നെ ഈ മാഗിയാണ് പ്രൊമോട്ട് ചെയ്തത്. ഒരു വർഷം ആ സീരീസ് ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ബുനിയാദും ഹംലോഗും മാഗി ഇന്ത്യ മുഴുവൻ 500 ടണ്ണോ മറ്റോ വിൽക്കുന്ന അവസ്ഥയിൽ വളരെ ഷോർട്ട് സ്പാനിൽ ഈ സാധനങ്ങൾ വന്ന് വീണു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് വരുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ്? പെട്ടെന്ന് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ ജീനുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു 70-കൾക്ക് അല്ലെങ്കിൽ 50-കൾക്കും 1960-കൾക്ക് മുമ്പുള്ള ഒരു സമയത്തൊക്കെ നൂറ്റാണ്ടുകളായിട്ട് എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ ഒരു വിളവെടുപ്പ് കാലവും അത് കഴിഞ്ഞൊരു ക്ഷാമകാലവും ഉണ്ട്.
അതായത് ഈ വിളവെടുപ്പ് കാലത്ത് ഇഷ്ടം പോലെ എല്ലാവർക്കും കഴിക്കാൻ കിട്ടും. അത് കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ആ നെല്ലൊക്കെ തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷാമകാലം അത് കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് അപ്പോൾ നമ്മുടെ ജീനുകൾ നൂറ്റാണ്ടുകളായിട്ട് അഡാപ്റ്റ് ചെയ്തേക്കുന്നത് ഈ വിളവെടുപ്പ് കാലത്ത് കഴിക്കുന്ന ആഹാരം ക്ഷാമകാലത്തേക്ക് കരുതി വെക്കണം. അതായത് നമ്മുടെ ത്രിഫ്റ്റി ജീൻ എന്ന് പറയും. നമ്മുടെ ജീനുകൾ ത്രിഫ്റ്റിയാണ്, ജീനുകൾ പിശുക്കന്മാരാണ്. ഇപ്പോൾ ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ജീനുകൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ജീനുകൾ ഉള്ള ആളുകളാണ് നമ്മുടെ പൂർവികരെല്ലാം തന്നെ. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ 1980-കൾക്ക് ശേഷം സാർ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഈ ധാരാളം കലോറികളുള്ള എല്ലാ കാലവും ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ ജീനുകൾ ഇപ്പോഴും തൃപ്തിയാണ്. ആ ജീനുകളിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോഴും കരുതി വെക്കണം എന്നാണ്. അതാണ് ഡയബറ്റീസിന്റെ ഒരു കാരണം എന്നാണ്. ഡയബറ്റീസ് കൂടുന്നതിന്റെ കാരണം. അപ്പോൾ കുറെ ഒരു 6-7 തലമുറ കഴിയുമ്പോഴത്തേക്ക് ഈ ജീനുകൾ അഡാപ്റ്റ് ചെയ്തിട്ട് മാറിയിട്ട് തൃപ്തി ജീൻ വേണ്ട എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കഷ്ടപ്പാടാണ് നമ്മൾ അനുഭവിക്കുന്നത്. യൂറോപ്പിൽ അത് സാർ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പിൽ അത് അഡാപ്റ്റ് ചെയ്തു അവിടെ ഡയബറ്റീസ് സ്റ്റെബിലൈസ് ചെയ്തു തന്നെയല്ല കുറഞ്ഞു തുടങ്ങി. അപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞ് അവിടെ വേറെ വ്യത്യാസമല്ല. അവര് പണ്ട് തന്നെ മാംസഭക്ഷണം ഈ തണുപ്പുള്ളതുകൊണ്ട് കൂടെ മാംസഭക്ഷണം മദ്യവും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിവിടെ എനിക്ക് തോന്നുന്നത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ മത്സ്യവും മാംസവും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മത്സ്യം കൂടുതലായിരുന്നു, മാംസം കുറവായിരുന്നു. കോഴിയെ ഇങ്ങനെ ഈ വ്യാപകമായിട്ട് വഴിയിൽ വിൽക്കുന്ന കടകളും തന്നെ ഒരു 80-ന്റെ അവസാനമാണ്. അതിന് മുമ്പ് അങ്ങനെ സാധനം ഇല്ല, മാർക്കറ്റിൽ അങ്ങനെ വരുന്നതല്ല. അതെ, നമ്മുടെ ട്രഡീഷണൽ ഫുഡ് എന്ന് പറഞ്ഞാല് ചോറ്, കപ്പ, മീന്, പിന്നെ തേങ്ങ അരച്ചുള്ള കാര്യങ്ങള്, പിന്നെ പറമ്പിലുണ്ടാകുന്ന ഇപ്പൊ ഈ പോർച്ചുഗീസുകാരാണ് അപ്പം കൊണ്ടുവന്നത്, ഇതിലൊക്കെ പുട്ട് വന്നു, അങ്ങനെ കുറെ സാധനം. അത് പക്ഷെ വളരെ പയ്യാണ് നമ്മുടെ ഇതിലേക്ക് കയറി വന്നത്. മൈദയുടെ ഉപയോഗം അതുപോലെ തന്നെ മൈദ വന്നതാണ്. മൈദ എന്ന് പറയുമ്പോൾ ഈ എല്ലാ നാരും ഗോതമ്പിൽ നിന്ന് നാരും പിന്നെ പോഷകങ്ങളും മാറ്റിയ സാധനമാണ് മൈദ എന്ന് പറയുന്നത്. അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ളതാണ്, ഏറ്റവും അധികം കലോറി ഉള്ളതാണ് മൈദയിൽ. മൈദയുടെ ഉപയോഗം കൂടിയതും ബേക്കറി സാധനങ്ങളിലെല്ലാം മൈദ ഉപയോഗിച്ചാണ്. എനിക്ക് ഈ 80-കളിലാണ് കേരളത്തിൽ ഈ റോളിംഗ് ഫ്ലോർ മിൽസ് വരുന്നത് തന്നെ. അപ്പോഴാണ് ഈ സാധനം ഇവിടെ ഉണ്ടാക്കി ആ ഒരു മാറ്റം. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 70-കളിലല്ലേ അതിനു മുമ്പുള്ള ആ കാലഘട്ടത്തിലെ ലൈഫിന്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണിക്കാനായിട്ടാണ്. ഇവിടെ കുറേ പ്രതിമകളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ രീതിയിലോട്ടുള്ളൂ. പക്ഷേ അതിനുശേഷം ഒരു മാറി ബേക്കറികളും അതുപോലെ തന്നെ വർക്ക് കൾച്ചർ മാറി. നമ്മൾ കൃഷി അത് കുറച്ചിട്ട് ഇപ്പൊ കൂടുതലെല്ലാം ഓഫീസ് വർക്കാണ്. ട്രാൻസ്പോർട്ടേഷൻ ശരിക്കും വണ്ടികൾ, വാഹനങ്ങളാണ്ട് 70-കളിലാണ്ട് 1 ലക്ഷത്തിൽ താഴെ മോട്ടോർ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ 1.5 കോടിയോളം വാഹനങ്ങളുണ്ട് കേരളത്തില്. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോ ഈ ഒട്ടും മൊബിലിറ്റി ജനങ്ങളുടെ 1.5 കോടി വാഹനങ്ങൾ. അതെ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഇത് വാഹനങ്ങൾ. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒട്ടും എക്സസൈസ് ദൈനംദിന ജീവിതത്തിൽ ഇല്ലാതായി. അധികരിച്ച കലോറിയുള്ള ഭക്ഷണങ്ങൾ എല്ലാത്തിനും ഇഷ്ടം പോലെ കഴിക്കുന്ന സ്റ്റേജായി. ഈ രണ്ട് ഘടകങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ മാനസിക സമ്മർദ്ദം. അത് ശരിക്കും ചെറുപ്പത്തിൽ മുതൽ തന്നെ കുട്ടികൾക്ക് മുതൽ ഈവൻ പ്രായമായവർക്ക് ഒറ്റപ്പെടലിൻ്റെ, മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലായിരിക്കും, ആ ഒറ്റപ്പെടലിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റൊക്കെ ഒരു തരത്തിൽ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? കാരണം മറ്റേ ആളുകൾ ഈ കടകൾ തപ്പി നടന്ന് സാധനം ഒറ്റ റൂഫിന് കീഴിൽ എല്ലാ സാധനവും എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു എക്സസൈസ് ഇല്ലാതാകുകയാണ്. ഇപ്പൊ ഓർഡർ ചെയ്താൽ മതി, വീട്ടുകൊണ്ടുതരുന്ന അവസ്ഥയിലോട്ടായി. സ്വിഗ്ഗിക്കാരന് മാത്രമാണ് എക്സസൈസ്, അവരില്ല, അവരും ബൈക്കിലാണ് വരുന്നത്. അതെ, അങ്ങനെ വന്നപ്പോൾ ആ ഒരു ചേഞ്ച് വന്നു. അതാണ് നമ്മൾ രണ്ടാമത്തെ ഒരു ഭാഗത്ത് അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രതിവിധി എന്താണ് എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത്തെ ഭാഗമായിട്ട് കാണിക്കുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കളിക്കാൻ വിടണം. ചെറുപ്പത്തിൽ മുതൽ തന്നെ ഒരു ഹെൽത്ത് ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്. അപ്പോൾ ദിവസവും എക്സസൈസ് ചെയ്യണം. അതുപോലെ ഒരു വാക്ക് വേണ്ട, ഒരു 800 മീറ്ററോളം നടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നടക്കണം. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഡയറ്റിനെ കുറിച്ച്, ആഹാരത്തിലെ കുറിച്ച് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ പുതിയ ആധുനിക സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു ഡയറ്റേറിയൻ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഹൗ ടു റെഡ്യൂസ് യുവർ വെയിറ്റ് അങ്ങനെയൊക്കെ ഒരു ശാസ്ത്രീയമായിട്ട് കാണിച്ചു കൊടുക്കാനും അത് ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യനൊക്കെ കൊണ്ടു നടന്ന് കാണിക്കാനായിട്ട് എല്ലാവരുടെയും ഒരു സംശയമാണ് ഇപ്പം. കാരണം ഒബീസിറ്റി ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ചും വെയിറ്റ് കൂടുക, അതുപോലെ തന്നെ സെൻട്രൽ ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അധികരിച്ച വയറ്, അതൊക്കെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാണ് ഡോക്ടർമാരെ പലരും വരുന്നത്. പക്ഷേ വെയിറ്റ് കുറയ്ക്കുന്നത് പ്രത്യേകിച്ച് മരുന്നുകളില്ല.
ആധുനിക വൈദ്യശാസ്ത്രത്തിലും കൃത്യമായ മരുന്നുകളില്ല. അപ്പോൾ ആഹാര നിയന്ത്രണവും എക്സസൈസും കൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കണം, എങ്ങനെ വെയിറ്റ് ആഹാരം നിയന്ത്രിക്കണം, എത്രമാത്രം കഴിക്കാം, ഇപ്പോൾ കഴിക്കുന്നതിൽ നിന്ന് എത്ര കുറയ്ക്കണം, അതുപോലെ തന്നെ എക്സസൈസ് എത്രമാത്രം ചെയ്താൽ വെയിറ്റ് കുറയും എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ടുള്ളൊരു സംവിധാനമാണിത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ 1 കിലോ വെയിറ്റ് കുറയണമെങ്കിൽ പഠനങ്ങളൊക്കെ കാണിക്കുന്ന 7500 കലോറി നെഗറ്റീവ് ആണെങ്കിൽ 1 കിലോ വെയിറ്റ് കുറയുള്ളൂ. 7500 കലോറി നമ്മൾ ചിലവാക്കുകയോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകയോ ചെയ്യും. 7500 കലോറി നെഗറ്റീവ് ആയി വന്നാലേ 1 കിലോ വെയിറ്റ് കുറയത്തുള്ളൂ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ എക്സസൈസ് ചെയ്യുകയാണ്, ദിവസം ഒരു 500 കലോറി വെച്ച് കുറയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു 15 ദിവസം ആകുമ്പോഴത്തേക്ക് 7500 കലോറി നെഗറ്റീവ് വരും. അപ്പോൾ 1 കിലോ വെയിറ്റ് കുറയും. അതേസമയം തന്നെ നമ്മൾ എക്സസൈസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ദിവസം ഒരു 500 കലോറി സ്പെൻഡ് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ദിവസം 1000 കലോറി നെഗറ്റീവ് വരും. അപ്പോൾ ഒരു 8 ദിവസം ആകുമ്പോഴത്തേക്ക് 1 കിലോ വെയിറ്റ് വരും. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ ആഹാരം നിയന്ത്രിക്കുകയും എങ്ങനെ എക്സസൈസ് കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് കുറയുന്നുള്ള ഉദാഹരണമാണ്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരും വെയിറ്റ് കുറയ്ക്കാനായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് സന്നദ്ധരായിരിക്കും ആദ്യം. പക്ഷേ ഒരു 10-15 ദിവസം എക്സസൈസ് ഇതൊക്കെ ആഹാരമൊക്കെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ 16ാമത്തെ ദിവസം പോയി ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ 3000 കലോറി അങ്ങ് ചെല്ലും. അപ്പോൾ ഇത്രയും ദിവസം പഥ്യം പിടിച്ചതിൻ്റെ എല്ലാം പ്രയോജനമാക്കും. അതാണ് പലപ്പോഴും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ശരിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പറ്റൂ. രാവിലെ പ്രഭാത ഭക്ഷണം 1500 കലോറി ഡയറ്റ് ആണെങ്കിൽ രാവിലെ 375 കലോറി കഴിക്കാം. അപ്പൊ അതിനെ നമുക്ക് സെലക്ട് ചെയ്യാം ഏതാണെന്ന്. ഉദാഹരണത്തിന് അപ്പം ഒരെണ്ണം ഇവിടെ വന്നു. അപ്പവും സാർ വേറെണ്ണം കൂടെ സെലക്ട് ചെയ്തു, വേറെ കാരണം കൂടെ മുട്ടക്കറി. അപ്പോൾ മുട്ടക്കറി കൂടെ വന്നപ്പോഴത്തേക്ക് 275 കലോറി ആയി. അപ്പോൾ ഒരു ഇഡ്ഡലിയും കൂടെ എൻ്റെ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ 360 ആയി. പിന്നെ ചായ വേണമല്ലോ, മധുരമില്ലാത്ത ചായ. അപ്പൊ 393 ആയി. ശകലം കൂടെ കുഴപ്പമില്ല. വേണമെങ്കിൽ സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇത് വേണേൽ തിരിച്ചു വിടാം. തൊട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകും. ഇത് മാറ്റിയിട്ട് അപ്പൊ ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ കലോറി മധുരമില്ലാത്ത ചായക്കാണെങ്കിൽ 33 കലോറിയേ ഉള്ളൂ. അപ്പം തിരിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കുറഞ്ഞു. അപ്പൊ അതിന് വേറെ ഇഡ്ഡലി വെച്ച് കഴിഞ്ഞാൽ 85 കലോറിയുള്ള ഇഡ്ഡലിക്ക്. അതേസമയം അപ്പത്തിനാണെങ്കിൽ 115 കലോറി ഉണ്ട്. അപ്പം തേങ്ങയുടെ ഉള്ളതുകൊണ്ട് ഇഡ്ഡലി കുറച്ചുകൂടെ കൂടും. അപ്പോൾ അത് കഴിഞ്ഞ് അത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത് മിഡ് മോർണിംഗിൽ 11 മണിക്ക് 113 കലോറി കഴിക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ 450 കലോറി കഴിക്കാം. അപ്പോൾ ചോറ് ഒരു കട്ടോരിയുടെ നമ്മളിവിടെ ഡെമോൺസ്ട്രേഷൻ വെക്കും. അളവോടുകൂടെ വെക്കും, അളവ് പാത്രം വെക്കും. ഒരു കട്ടോറി ചോറ്. അപ്പോൾ അത് പിന്നെ 100 കലോറി. പിന്നെ വൈകുന്നേരം 450 കലോറിയാണ്. അതാണ് ചപ്പാത്തി, 2 ചപ്പാത്തി, വെജിറ്റബിൾ അല്ല ചിക്കൻ കറിയോ. ഇപ്പോഴത്തേക്ക് 173. അപ്പോൾ അതുകൊണ്ട് 145 അതിൻ്റെ കൂടെ നിലത്തോരനോ എന്തെങ്കിലും കൂടെ ആയി കഴിഞ്ഞ് കഴിയുമ്പം അപ്പം ഇതിൻ്റെ ടോട്ടൽ പറയുന്നുണ്ട്. നമ്മൾ 1500 കലോറിയാണ്. പക്ഷേ ഇത് കണക്ക് 1518 വന്നിട്ടുള്ളൂ. നാരുകളുടെ അളവ് കുറവാണ്. അനലൈസ് അതുകൂടെ പറയും. കൂടുതൽ പച്ചക്കറികൾ കഴിക്കാന്നൊരു നിർദ്ദേശമുണ്ട്. കൺക്ലൂഷൻ അതാണ്. അപ്പോൾ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം സാവകാശത്തിൽ കൊണ്ട് പറഞ്ഞു കൊടുക്കാനായിട്ടൊരു സംവിധാനമുണ്ട്. ഡയറ്റീഷ്യൻ ഉണ്ട്, നഴ്സ് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, ക്ലാസ് എടുക്കാൻ ആളുകളുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പൊതുവെയുള്ള കാണിച്ചു കൊടുക്കാനായിട്ടൊരു ഗൈഡ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു ടീമായിട്ടായിരിക്കും കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസി നടക്കുമ്പോൾ നമ്മുടെ പ്രഷറും ഷുഗറും ഒക്കെ കുറയുന്നൊരു എംപിരിക്കൽ സ്റ്റഡി, പ്രഷർ കുറയുമെന്ന് ജപ്പാനിലൊക്കെ അങ്ങനെ കുറെ ഈ ഷുനിൻ യോക്കു എന്ന് പറഞ്ഞ അവരൊരു സാധനം പറയുന്നുണ്ട്. ഫോറസ്റ്റിൽ കൂടെ സ്ഥിരം നടക്കുമ്പോൾ നമ്മുടെ ഈ ബ്ലഡ് പ്രഷറൊക്കെ താഴോട്ട് പോകുന്നതാണ് അവരുടെ പ്രൂഫ് ഉണ്ട്. അതിന് പ്രൂവൺ സ്റ്റഡിയാണ്. ഇവിടെ ഏകദേശം അതുപോലത്തെ ഒരു ആംബിയൻസ് ഡോക്ടർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയും മരങ്ങളും ഇവിടുത്തെ പഴയ മരങ്ങളൊന്നും പോയിട്ടില്ല, പുതിയ ഒരുപാട് വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വാക്കിംഗ് ത്രൂ ദ വുഡ്സ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ശരിക്കും ഞാൻ ഈ ചില സ്റ്റഡീസ് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം 2-3 ഘടകങ്ങളുണ്ടെന്ന്. ഒന്ന്, ഓക്സിജൻ്റെ സാന്ദ്രത കൂടും മരങ്ങളിൽ നിൽക്കുന്ന ഭാഗത്ത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്ദ്രത കുറയും. അപ്പം അതൊരു പോസിറ്റീവായിട്ട് വരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, ഈ പ്രത്യേകിച്ചും കേരളത്തിലെ കാലാവസ്ഥ ഓരോ വർഷം കഴിയും തോറും ചൂടുകാലത്ത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് ചുറ്റുമുള്ള ഭാഗത്ത് 2-4 ഡിഗ്രി ടെമ്പറേച്ചർ കുറവാണ് എന്ന് പല താമസസ്ഥലം തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട്.
മരമില്ല, താഴെ ടൈലുമായിട്ടൊരു അങ്ങനെയുള്ള ഇതിൽ നിന്ന് മാറി ഈ മരങ്ങൾ, പ്രത്യേകിച്ച് ഈ മരങ്ങൾ കൂട്ടമായിട്ട് നിൽക്കുന്നിടത്ത് ഈ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. പിന്നെ ഈ വെള്ളത്തിന്റെ ദൗർലഭ്യം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ അങ്ങനെ ഓടയില്ല. പെയ്യുന്ന വെള്ളം അവിടെ തന്നെ താഴെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 5 ഏക്കറിലെ വെള്ളം എന്ന് പറഞ്ഞാൽ കോടിക്ക് 5-8 കോടി ലിറ്റർ വെള്ളം ഒരാണ്ടിൽ വരും. അത് വെള്ളം അവിടെ തന്നെ താഴുന്നതുകൊണ്ട്, മരങ്ങൾ നിൽക്കുമ്പോൾ അവിടെ താഴുന്നതുകൊണ്ട് ശരി വെള്ളത്തിന്റെ വരുന്നില്ല. ഇവിടെ പിന്നെ ആറൂടെ സമീപം ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. എന്നാലും വെള്ളത്തിന്റെ ഇത് കൂടും. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഈ ഇതിൽ നടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതാണ് ഈ ഇതിൽ കൂടെ നടക്കുമ്പോൾ. തിരക്കിൽ നിന്ന് മാറി ഇപ്പൊ റോഡിൽ കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എന്റെ പേഷ്യൻസ് തന്നെ എപ്പോഴും ഒന്ന് പറയാറുണ്ട്, ഡോക്ടറെ ജീവൻ കൈപ്പിടിച്ചിട്ടാണ് നടക്കുന്നത്, ഭയങ്കര റിസ്കിയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ട്രിവാൻഡ്രത്ത് എല്ലാ വർഷവും ആരെങ്കിലും പ്രഭാത സവാരിക്ക് പോയി ഒരാളെങ്കിലും വണ്ടി ഇടിച്ചു. അതെ അതെ അതെ, എപ്പോഴും ഉണ്ട്. അപ്പൊ അത് പിന്നെ അത് അങ്ങനെ നടക്കാനൊരു സ്ഥലം എല്ലാ പഞ്ചായത്തിലും ശരിക്കും പറഞ്ഞാൽ ഇതൊരു മോഡലായിട്ടാണ് എന്റെ മനസ്സിലുള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും അതുപോലുള്ള ഒരു മോഡൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവരും അത് ഒരു എല്ലാ പഞ്ചായത്തും വരികയാണെങ്കിൽ രാവിലെ എത്ര മണിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രാവിലെ ഒരു 10 മണിയോട് കൂടി എല്ലാവരും ഒരു ഗ്രൂപ്പ് വരിക, എന്നിട്ട് വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി പോവുക. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ കുറെ ആളുകൾ പകൽ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ നേരത്തെ പറഞ്ഞ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. അപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇതല്ല, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പില് അവർക്ക് നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്, ഉല്ലസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അവർക്ക് ദേ ക്യാൻ ഹാവ് ദെയർ ഓൺ മൂവ്മെന്റ്സ് ഓൾസോ ഇൻ ബിറ്റ്വീൻ. ശരിക്കും വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ് അല്ലെ, ഒരു നേച്ചറിനെ ക്ലാസ് റൂമായിട്ട് മാറ്റുന്നത്. അതെ, അതാണ് ഉദ്ദേശം. അത് പക്ഷെ അത് വളരെ ഫലപ്രദമായിട്ടാണ് നമ്മൾ കുറച്ചു കാലത്തെ എക്സ്പീരിയൻസിൽ വളരെ ഫലപ്രദമായിട്ടാണ് കാണുന്നത്. ആളുകൾ വന്നിട്ടുള്ളവർ തന്നെ വീണ്ടും വരാനും ഒക്കെ താല്പര്യമുണ്ട്, അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ഒരു വ്യാപകമാക്കണം എന്നുള്ള താല്പര്യമുണ്ട് ഇപ്പോഴും. എനിക്ക് തോന്നുന്നത് ഈ പക്ഷികളുടെ അതോടൊപ്പം തന്നെ സാറിന്റെ ആ ഒരു മിയാവാക്കിയുടെ ഒരു മിയാവാക്കി ഫോറസ്റ്റും ഒരു 4 വർഷം മുമ്പ് അതിനെ കുറിച്ച് വായിച്ചിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ മഴ ഉണ്ടായിരുന്ന സമയത്ത് നോക്കിയപ്പോ വളരെ രസമായി. മഴ മൊത്തത്തിൽ വേറെ ആംബിയൻസ് ആണ്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഈ മൺസൂൺ ടൂറിസ്റ്റിനൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലമായിട്ട് ഇത് തോന്നുന്നുണ്ട്. മഴ വന്ന് ആസ്വദിക്കാനായിട്ട്. ഇവിടെ ചെളിയില്ല, ഈ കല്ലൊക്കെ ഇട്ടിരിക്കുകയാണ്, ഇതിലൂടെ ചരലിട്ടിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് ഭംഗിയായിട്ട് നടന്ന് ആ മഴ ആസ്വദിക്കാൻ പറ്റിയ, ചെരുപ്പ് ഊരിയിട്ടിട്ട് നടന്നാലും കുഴപ്പമില്ല, കാരണം ഈ കല്ല് പാകിയിരിക്കുന്നു, വെള്ളം. അപ്പൊ ഈ മഴയ്ക്ക് ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ആളുകളുണ്ടോ? മഴയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ആരോഗ്യദിനത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം വെച്ചാൽ മഴയോടൊപ്പം തന്നെ വെള്ളത്തിന്റെ സാമീപ്യം. ഈ അച്ചൻകോലാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് 2-4 ദിവസമൊക്കെ മഴ പെയ്താൽ തന്നെ പെട്ടെന്ന് വെള്ളം ഉയരും. വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ഇതിന്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഫ്ലോയും ആസ്വദിക്കുന്നത് ശരിക്കും മനസ്സിലും മാനസികമായിട്ട് വളരെ ഉല്ലാസം നിറഞ്ഞൊരു കാര്യമാണ് വെള്ളത്തിന്റെ സാമീപ്യം. ഈ മഴയെക്കുറിച്ചും തീർച്ചയായിട്ടും മഴയ്ക്ക് വളരെയേറെ പോസിറ്റീവായിട്ട് മനസ്സിനെ ഒരു കുളിർമ ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും. അപ്പോൾ മഴയത്ത് നമുക്ക് മഴ നനഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ലെങ്കിൽ പോലും കുട പിടിച്ചിട്ട് ഇതിനിടയിൽ കൂടെ നടക്കുന്നത് തന്നെ മഴയത്താണ്. ഇല്ല, അതാ പറഞ്ഞത്, അതിന്റെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതാണ്. പ്രത്യേകിച്ച് ഈ ആറിന്റെ സാമീപ്യം ഇനി ഭാവിയിലെല്ലാം എല്ലാവർക്കും ശരിക്കും ഈ വെള്ളവുമായിട്ട് ചേർന്ന ഭാഗങ്ങളിലാണ് ശരിക്കും ഒരു ഗുണമുണ്ട്. ഇവിടെ ആറിന്റെ തീരം കെട്ടിയിട്ടില്ല, എപ്പോഴും ശരിക്കും നാച്ചുറലായിട്ട് അവിടെ ആ ഒരു വെജിറ്റേഷൻ അങ്ങനെ ഉണ്ട്. വെള്ളം ശുദ്ധിയായിട്ട് തന്നെ നിലനിർത്താനുള്ള ഒരു സംവിധാനമാണ്. അല്ലെങ്കിൽ മഴ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് ഇവിടെ എനിക്ക് തോന്നി. കാരണം നമുക്കിപ്പോൾ ഒരു നോർമലി ഒരു റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ താമസിക്കുമല്ലേ, ഒരു 10-20,000 രൂപ ഒരു ദിവസം കൊടുക്കും എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ രാവിലെ വന്ന് നടന്ന് വൈകിട്ട് പൊക്കോളാനാണ്. അത് വലിയൊരു ആശ്വാസമാണ്. കാരണം അത്രയധികം ഒരു പൈസ ചെലവാക്കാതെ ആൾക്ക് ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. അതായത് സാമ്പത്തികമായിട്ട് ഒരു റിസോർട്ട് എന്നുള്ള രീതിയിലേ അല്ല നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്ന പിന്നെ ഒരു ദിവസമൊക്കെ ഈ 1-2 ഡോർമെറ്ററികൾ പോലെ ഉണ്ട്. വേണമെങ്കിൽ 1-2 ദിവസം ഒരു ദിവസമൊക്കെ താമസിക്കത്തക്കോണം അങ്ങനെയുള്ള ഡോർമെറ്ററി സൗകര്യങ്ങളാണ് നമ്മൾ കൂടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളത്. ഈ ആരോഗ്യ നികേതനം എന്നുള്ള പേര് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആരോഗ്യ നികേതനം ശരിയാൽ ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ബംഗാളി നോവൽ ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നോവലാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് വായിച്ചു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് അതിനെ അധികരിച്ച് ഒരു സിനിമയുണ്ട്, ജീവൻ മഷായി എന്ന് പറഞ്ഞത്. അത് ഗോപകുമാർ, കണ്ണാടി ഗോപകുമാർ 2001
നിർമ്മിച്ചതാണ്. ആ. അതിനകത്ത് ജീവൻ മശായി എന്ന് പറഞ്ഞ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നെടുമുടി വേണു അദ്ദേഹമാണ്. ഈ ആരോഗ്യജ്ഞാനത്തിന്റെ ആദ്യ ഭാഗം 2006 ഉദ്ഘാടനം ചെയ്ത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നു. ശരി, അങ്ങനെയാണ്. നെടുമുടി വേണു ചേട്ടനും ഈ ഗോപകുമാറും കൂടെ ചേർന്ന് 2006 രണ്ടുപേരും നമ്മളില്ല. ഇല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിന് എല്ലാ വിജയാശംസകളും. ഞാൻ ഒരു 1970 മുതൽ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ എക്സിബിഷൻ നടക്കുമായിരുന്നു. മെഡെക്സ് എന്നുള്ള പേരിൽ 3-4 വർഷം കൂടുമ്പോൾ ഒരു എക്സിബിഷൻ നടക്കുമായിരുന്നു. ഈ എക്സിബിഷൻ സ്ഥിരമായിട്ട് പോയി കാണുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ CP മാത്യുവും മറ്റും കോട്ടയത്ത് ക്യാൻസറിനെതിരെ വലിയ ക്യാമ്പയിനുകളും പവർ പോയിന്റ് ഷോയും അന്ന് സ്ലൈഡ് ഷോയൊക്കെ വലിയ സംഭവങ്ങളാണ്. പക്ഷേ അവിടെ എല്ലാം ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ചെറിയൊരു സമയത്തിനകം കിട്ടാറുണ്ടെങ്കിൽ നമ്മളതിൽ പകുതി റീറ്റെയിൻ ചെയ്യാറില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഫോക്കസ് ചെയ്താണ്. അപ്പോൾ ഒരു ജീവിതശൈലി രോഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇൻഷുറൻസ് പോലെയാണ് ഇപ്പോൾ ഈ ഒരു പാക്കേജ്. കാരണം അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും അസുഖം വരാതെ നോക്കുന്നതാണ്, പ്രതിരോധമാണ് നല്ലതെന്ന് പറയും. പക്ഷേ പ്രതിരോധത്തിനുള്ള സംവിധാനം എന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരമില്ല. ആ കാര്യത്തിൽ ഡോക്ടറുടെ ആരോഗ്യ നികേതനം ഒരു മികച്ച മാതൃകയാണ്. എല്ലാ ഡോക്ടർമാരും ഈ അവയവമാറ്റ ശസ്ത്രക്രിയയിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇതുപോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യവും അന്തരീക്ഷവും ഒരുപാട് മെച്ചപ്പെടും. എന്തായാലും ഈ ഡോക്ടറെ പരിചയപ്പെടാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്.